ഒരു കാര്യം സങ്കല്പിക്കുക, ഭൂമിയിലെ മനുഷ്യർ ഒരു ദിവസം ഉണർന്നപ്പോൾ അവർ കണ്ട കാഴ്ച വിശ്വസിക്കാനാകാത്തതായിരുന്നു. കടലില്ല. അറബിക്കടൽ, പസഫിക്, അറ്റ്ലാന്റിക്, ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളും ഒരു രാത്രിക്കുള്ളിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. തിരകളില്ല, മഴയില്ല. കടൽ തീരങ്ങളിൽ കിടക്കുന്നത് ആയിരക്കണക്കിന് കപ്പലുകൾ. ആകാശത്ത് ഒരു വിചിത്രമായ നിശബ്ദത. പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല, ഇത് വെറും ഒരു പ്രകൃതി ദുരന്തമല്ല, ഭൂമിയിലെ ജീവന്റെ അവസാനത്തിന്റെ തുടക്കമാണ്. കാരണം ഭൂമിയുടെ 71% വെള്ളമാണ്. അതിൽ ഭൂരിഭാഗവും സമുദ്രങ്ങൾ. നമ്മൾ കരുതുന്നത് പോലെ അവ വെറും വലിയ വെള്ളക്കെട്ടുകൾ മാത്രമല്ല. ഭൂമിയുടെ ചൂടും മഴയും വായുവും ജീവനും നിയന്ത്രിക്കുന്ന അദൃശ്യമായ ഹൃദയങ്ങളാണ് സമുദ്രങ്ങൾ. അവ ഇല്ലാതായാൽ ആദ്യം ലോകം കാണുന്നത് മനുഷ്യൻ ഒരിക്കലും കാണാത്ത ഭൂമിയാകും. കടലിന്റെ അടിത്തട്ടുകൾ പുറത്തേക്ക് തെളിയും. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീളുന്ന കുഴികൾ, പർവ്വതങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങളായി സൂര്യപ്രകാശം പോലും എത്താത്ത ലോകങ്ങൾ. അവയിൽ ഏറ്റവും ഭീകരമായ സ്ഥലം മരിയാന ട്രഞ്ച് പോലെയുള്ള ആഴക്കുഴികളായിരിക്കും. അവിടുത്തെ ആഴം എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരത്തേക്കാൾ കൂടുതലാണ്. പക്ഷേ ഈ അത്ഭുതങ്ങളൊന്നും അധിക നേരം നിലനിൽക്കില്ല. കാരണം മണിക്കൂറുകൾക്കുള്ളിൽ ഭൂമി മാറാൻ തുടങ്ങും. സമുദ്രങ്ങൾ ഭൂമിയിലെ ചൂട് നിയന്ത്രിക്കുന്ന ഒരു ഭീമൻ കൂളിംഗ് സിസ്റ്റം കൂടിയാണ്. അവ ഇല്ലാതായാൽ പകൽ സമയത്ത് പല രാജ്യങ്ങളും തീപിടിക്കുന്നത് പോലെ ചൂടാകും. രാത്രിയിൽ അതേ സ്ഥലങ്ങൾ മഞ്ഞുപോലെ തണുക്കും. കാലാവസ്ഥ പൂർണ്ണമായി തകരും. മഴ കുറയും. നദികൾ ഉണങ്ങിത്തുടങ്ങും. ഭക്ഷ്യക്ഷാമം ആരംഭിക്കും. പക്ഷേ ഏറ്റവും അപകടകരമായ മാറ്റം വായുവിലായിരിക്കും. കടലിലെ ചെറുജീവികൾ മനുഷ്യർ ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു ഭാഗം നിർമ്മിക്കുന്നുണ്ട്. അവ ഇല്ലാതാകുമ്പോൾ ഭൂമിയിലെ ഓക്സിജൻ നില കുറയാൻ തുടങ്ങും. മനുഷ്യർ ശ്വാസം മുട്ടൽ അനുഭവിക്കും. ആശുപത്രികൾ നിറയും. ലോകമെമ്പാടും പാനിക് ആരംഭിക്കും. പക്ഷേ ദുരന്തം അവിടെയും അവസാനിക്കില്ല. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കോടിക്കണക്കിന് വർഷങ്ങളായി അടഞ്ഞുകിടന്ന വിഷവാതകങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. ആകാശം മാറും. ഭൂമിയുടെ അന്തരീക്ഷം തന്നെ അപകടകരമാകും. ജീവജാലങ്ങൾ ഒന്നൊന്നായി അപ്രത്യക്ഷമാകും. അപ്പോൾ മനുഷ്യൻ ഒരു സത്യം തിരിച്ചറിയും. നമ്മൾ ജീവിക്കുന്നത് കരയിലാണെങ്കിലും നമ്മുടെ ജീവിതം മുഴുവൻ ആശ്രയിക്കുന്നത് കടലിനെയാണ്. ഓരോ മഴത്തുള്ളിയുടെയും പിന്നിൽ സമുദ്രമുണ്ട്. ഓരോ ശ്വാസത്തിന്റെയും പിന്നിൽ സമുദ്രമുണ്ട്. ഭൂമിയെ ബ്ലൂ പ്ലാനറ്റ് ആക്കിയത് വെറും വെള്ളമല്ല, അത് ജീവൻ തന്നെയായിരുന്നു. കാരണം സമുദ്രങ്ങളില്ലാത്ത ഭൂമി ഭൂമിയല്ല, അത് ജീവൻ പതിയെ അവസാനിക്കുന്ന ഒരു ഗ്രഹമാക്കി ഭൂമിയെ മാറ്റും.